എന്ത് വേണ്ടേ? ചക്കേ? നിന്റെ കയ്യിലുള്ള ആ പാമ്പിനെ കൊണ്ട് കളയി. എന്നാ ചക്ക തരാ. നിന്റെ കയ്യിൽ ചക്ക വേണ്ട? ആ ചക്ക മതിയോ? അതെ. എങ്ങനെ ചക്ക വീഴ്ത്തുക? ഇന്ന് രാവിലെ മുതലില്ലേ ചക്ക വേണോ ചക്ക വേണോ, ഇന്ന് രാവിലെ മുതൽ ചക്ക വേണോ ചക്ക വേണോ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. കയറിട്ട് 4 ചക്ക ഇട്ടാ. സുകന്യേ, ചെറിയുള്ളി പുളി ഒന്ന് എടുത്തിട്ട് വരുമോ? അപ്പോഴേ കുറേ ദിവസമായില്ലേ നമ്മുടെ ഉച്ചത്തെ വിശേഷം കണ്ടിട്ട് അല്ലേ. ഇപ്പം ഇന്ന് ഉച്ചത്തെ വിശേഷം വേണ്ടോ? ഇത് വെള്ളച്ചോറ കേട്ടോ. ഞാൻ വിചാരിച്ചു കളയാനേ തോന്നണേയില്ല മട്ടരി. അപ്പോൾ ഒന്ന് തിളപ്പിച്ചൂറ്റാൻ പാടില്ല പറയും. എനിക്ക് തിളപ്പിച്ചൂറ്റണം കേട്ടോ. ഏട്ടൻ പറയും ചോറ് തിളപ്പിച്ചൂട്ടിട്ട് കഴിക്കാൻ പാടില്ല എന്ന്. ഇന്നത്തെ വെള്ളം എന്താണെന്നറിയോ? ശരീരത്തിൽ നീർക്കിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേ എന്താ അയമോദകവും പിന്നെന്താ മുള്ളു പോലത്തെ സാധനത്തിൻ്റെ പേരെന്താ പറയുക? ഞെരിഞ്ഞിലും പാടെ ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ചു. അത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ചുക്കുവെള്ളം വെക്കണം. ഇത് എനിക്കുള്ളത്. മേത്ത് നല്ല നീർക്കിട്ടുണ്ട്. പ്രേതോ എന്തായിട്ടാ പറയുന്നത്? അമ്മേ, അത് കാണുമ്പോ തന്നെ നോക്ക്. എന്ത് ആർക്ക് പേടി? ആർക്ക് ഏട്ടാ പേടിച്ചിട്ട് പെടുത്തു. എല്ലാരും ഇപ്പൊ ഓടിയിട്ടായിരിക്കുന്നത്. ചാടണ്ടേ എന്തേട്ടാ? അമ്മയ്ക്ക് കൊടുത്ത പാമ്പിനെ. പാമ്പി വറുത്തതാവട്ടെ എന്ന് ഉച്ചക്ക്. അതാ നീ കൊണ്ടുവന്നോ? ഇനി ആ ഉള്ളി നേരെ. ഇന്ന് നമ്മളില്ലേ മുളക് വറുത്ത പുളി, കുറച്ച് നത്തൾ മീനുണ്ട് കേട്ടോ. കുറച്ച് വറക്കാനുണ്ട്, ചാറ് വയ്ക്കാനും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചാറില്ലേ ചെറിയ ഉള്ളി ഇട്ടിട്ട് വറ്റിക്കുക, തുള്ളി മുളക് വറുത്ത പുളി ഉണ്ടാക്കാൻ വിചാരിച്ചു അല്ലേ? അതുപോലെ മുളക് വറുത്ത പുളി ഞാനിത് നോക്ക്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നേരേക്കിയതാ. മീൻ കറി വയ്ക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എടുത്തില്ല. എല്ലാവർക്കും മീൻ വറ്റിച്ചത് ഇന്നലെ മീൻ വറ്റിച്ചപ്പോൾ എല്ലാവരും ചോറുണ്ട് കേട്ടോ. അത് കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതന്നെ ആക്കാന്ന്. ഒരു എന്തുവാണെന്ന് വലുത് വേണോ? എന്തായിട്ടാ പറയുന്നത്? ഒരു പാമ്പ് വേണത്രവന്. ആ ഇപ്പം മയിലുള്ള ഈ സാധനം ഒന്നും കളിക്കാൻ കൊണ്ടൊന്നും കൊടുക്കരുത് കേട്ടോ. ചിലപ്പോ കുട്ടി പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് കളിക്കേണ്ടതായിട്ട് പോയി പിടിച്ച പുലിവലവേ. ഓരോ കളിക്കോപ്പുകൾ കൊണ്ടുവന്നു. ഒരു കാര്യം പറയട്ടെ, ഞാൻ കണ്ടപ്പോഴേ വിചാരിച്ചത് വേണ്ടാന്ന്. അമ്മ എടുത്തോന്ന്. അമ്മ അല്ലെങ്കിലേ പേടിച്ചിട്ടാ നിക്കണത്. അത് പ്ലാസ്റ്റിക് ആണ് സുവന്യ. എങ്ങനെ പേടിച്ചത്? ഇന്ന് എന്തായാലും മഴ പെയ്യൂട്ടോ. ഞാൻ 2 ദിവസമൊക്കെ എടുത്തേക്കിട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സംഭവം കിട്ടിയ മുതൽ ചമ്മന്തി അരക്കിൽ എല്ലാതും ഇതിൽ ഭയങ്കര ഉപകാരം. ഇതിൻ്റെ കുറച്ചും കൂടി വലുത് ഒന്നും കൂടി വാങ്ങും. അനിയേട്ടൻ എന്നാ പറയും. ഇന്ന് ഇവിടെ മൊത്തം പൊടി വലുതായിട്ട് ഇത് നമ്മൾ അന്നത്തെക്കാട്ടിലും വലുത് നോക്കി വാങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും വലുതാണ് വേണ്ടത്. ഇതിനെക്കാട്ടിലും വലുത് പുറത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ അനിയേട്ടാ ചൂട് കുറയാൻ എന്താ ചെയ്യുക? അയ്യോ ഇന്നലെ ഞങ്ങൾ ആശുപത്രി പോയപ്പോൾ തണുത്തിട്ട് വയ്യോ ആശുപത്രി ഡോക്ടർ ഒന്ന് വേഗം വന്നാൽ മതിയേ പറഞ്ഞിട്ടായിരുന്നു ഇന്നലെ. അമ്മോതിരി തണുപ്പായിരുന്നു പറഞ്ഞില്ലേ. എന്തോ ഒരു തണുപ്പാച്ചിട്ടാ. നേരെ താഴെ പോയി തണുപ്പില്ലാണ്ടിരിക്കും. വിശ്രമം അത് ശരിയാ. ഓ ഫുള്ള് എ സി അടി. കാർഡിയോന്റെ ഉള്ളിൽ എ സി നല്ല പൈസ വാങ്ങണാണ്. പിന്നെ തണുപ്പിക്കാണ്ടിരിക്കുക. നമ്മളെ വേർത്ത് കുളിപ്പിക്കും കഴിഞ്ഞ് വരുമ്പോഴേക്ക്. അപ്പൊ തൽക്കാലം തണുപ്പിക്കാൻ പാകത്തിലൊരു എ സി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അല്ലാണ്ട് അമ്മാതിരി തണുപ്പ് വെച്ചാൽ എന്തിനു വേണ്ടിട്ട് വേർക്കരുത് വെച്ചിട്ടാണ്.
അപ്പോൾ നമ്മൾ അവർക്കറിയാം അവരെ വേർക്കും തളർത്തുന്നൊക്കെ. പപ്പു നോക്കി കിടക്കണണ്ട. പപ്പുട്ടോ, എൻ്റെ കുട്ടിക്ക് ശരിക്കില്ലേ വർത്താനമൊക്കെ പറയാനൊക്കെ പറ്റിയാച്ചാലേ എന്തൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ. നിങ്ങൾക്ക് രണ്ടാൾക്കൂടി വിഷയം മാറ്റിങ്ങനെ ഇരിക്കാറുണ്ട്. സത്യം. പക്ഷെ ഇപ്പം തന്നെ അവൻ വർത്താനം പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നും പറഞ്ഞിട്ടാ. ശരിക്കില്ലേ അവർക്കൊക്കെ ഈ മിണ്ടാപ്രാണികൾക്കൊക്കെ വർത്താനം പറയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ ചിലപ്പോൾ അവർക്ക് വിശക്കണൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നേരം തെറ്റിയോ ചെയ്യാൽ നമ്മുടെ മുഖത്തേക്ക് നോക്കില്ലേ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ പറയില്ലേ വിശന്നിട്ട് വയ്യോ ഒന്ന് ചോറ് തരും. ഞാൻ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ ഇവർ ചോറ് കൊടുക്കുക വെച്ചാൽ നേരം വൈകിട്ടോ ചോറ് കൊടുക്കുക. അപ്പം ഞാൻ രാത്രിയിലേക്ക് വന്ന് അവന് ചോറ് കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നേരെ നോക്കും. ഞാൻ അപ്പം ഇവരോട് ചോദിക്കും, ഇന്ന് നിങ്ങൾ നേരം വൈകിട്ടല്ലേ അവന് ചോറ് കൊടുത്തത് ചോദിക്കും. അപ്പം മറന്നുപോയി വരും ചിലപ്പോൾ. എന്തൊക്കെ കേൾക്കണ്ടോ എന്നാ പിന്നെ ചാത്തപ്പന് പിന്നെ സുഖമാണ്. അവന് പിന്നെ എവിടെ വേണമെങ്കിലും കിട്ടും. അതാ കണ്ടോ നോക്കി നിൽക്കണത്. പക്ഷെ ഇവരൊന്നുമില്ലേ എന്താണെന്നറിയില്ല, ഈ വീടിൻ്റെ വളപ്പിന്ന് അപ്പുറത്തെ വളപ്പിക്ക് പോവില്ല കേട്ടോ. അതാണൊരു പ്രത്യേകത. നമ്മുടെ 4 മക്കളും ഉഷാറായിട്ടിരിക്കണ്ടേ. ഞങ്ങൾ കോഴീനെ ഞാൻ പറഞ്ഞില്ലേ കോഴീനെയൊക്കെ വാങ്ങണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. കോഴീനെയൊക്കെ ഞങ്ങൾ വാങ്ങും വേഗം. ചാത്തപ്പ നിങ്ങളെ നോക്ക്. വായോ, എന്താ വേണ്ട? അരി വേണോ? അങ്ങനെ ബിരിയാണി ചോറ് വേണോ? എന്റെ കിച്ചു പറയണോലെ. വായോ. അവന് ഫോണിൽ കളിക്കാൻ അവനും കൂടി ബാക്കി ഉണ്ടായിരുന്നു. താഴേക്ക് വീണ് കഴിഞ്ഞാ അവിടെയാണ് ഉപ്പുമാവാക്കിയ പാത്രം. അത് കടിച്ചല്ല, അത് കടിക്കാൻ പാടില്ല. കുറച്ച് മീനില്ലേ ഇതെന്താ സുവിന് തക്കാളിയൊക്കെ പഞ്ചാരക്കളി പോലെ ആയിരുന്നു. ഇതെന്തിങ്ങനെ എല്ലാ കളറുള്ളതില് മീനേ വറ്റിക്കാനുള്ളതിൽ എല്ലാ അരപ്പും മീനൊക്കെ പാടാൻ ഇട്ടു കേട്ടോ. എന്താണെന്നറിയോ, പനി ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചെങ്കിലും കഴിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ അരച്ച് വെക്കുന്ന കറികളൊക്കെ അല്ലേ ആർക്കും വേണ്ട. വേറെ തരാം അരപ്പ. ഇത് ഉണക്കമുളകും ചെറിയ ഉള്ളിയും മാത്രം. ഇനി ഒന്നിരുന്ന് വറ്റട്ടെ. എന്തിട്ടെ കിച്ചുവോ, എടാ ഉണ്ണി അവിടെ നിന്ന് കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് എടുത്തിട്ട് വാടാ. രാധമ്മയുടെ അവിടെ നിന്ന് താഴത്തുനിന്ന് വേണ്ടേ കറിവേപ്പിൻ്റെ എല്ലാം. എന്താ പൊന്നു നീ പറയണ്? പാപ്പേതാ? പാപ്പ കവറോടെ കൊടുത്തോ ആയിരിക്കും നോക്കണം. അമ്മടെ പാപ്പ കുടിക്കണമെന്ന്. അപ്പൊ വീട്ടിന്റെ സൂര്യനെ തന്നെ. നമ്മുടെ മീൻ കണ്ടോ വറ്റിച്ചത് ആയിട്ടുണ്ട്. കണ്ടില്ലേ ഇതിൽ നമ്മുടെതാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതെന്താ എണ്ണ? എന്തിനാ അത്? ബിരിയാണി ഉണ്ടാക്കാൻ പറയടി സോന്നി. മീനിലാണ് ബിരിയാണി. ബീഫ് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബീഫിനൊക്കെ 400 റുപ്യ പെണ്ണേ. ഫിഷ് നല്ല മീൻ കിട്ടട്ടെ ഉണ്ടാക്കാൻ. മീനൊക്കെ ചാടാന്നുണ്ട്. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. എന്താ നല്ല മഴയ്ക്ക് ഏറ്റുമീനൊക്കെ ചാടാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനെ പിടിച്ച് മീൻ ഉണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കാം. ഏറ്റുമീനെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം. ഉണ്ണി 2 കറിവേപ്പിൻ്റെ എടുത്തിട്ട് പോവാ ഉണ്ണി. അല്ല വഴി കറിവേപ്പിൻ്റെ കറിവേപ്പില ഫ്രിഡ്ജിലാണോ വളരുക? ചോദിച്ചിട്ടേ 2 ഇല എടുത്തിട്ട് വാ ഉണ്ണിയെ. കറിവേപ്പില ഫ്രിഡ്ജില്ല. ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പാലത്തും അറിയോ? എന്തോ വായോ എവിടേക്ക് എത്തിപ്പോവാൻ? അവിടെ എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തോട്ടോ. സത്യം പറയത്തല്ലേ ഈയൊരു ഉണക്കമീനോ പച്ചമീനോ എന്തെങ്കിലും ആണോ വെച്ചാൽ പുളിഞ്ചാറുണ്ടെങ്കിലേ ചോറ് കൊണ്ടാ പറയും. അത്ര ടേസ്റ്റ് കേട്ടോ. മത്തൻ്റെ ഇല താളിക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ
സാമ്പാറും ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ആർക്കും വേണ്ട. പെട്ടെന്ന് അപ്പപ്പോൾ ഉണ്ടാക്കണ എന്തെങ്കിലും ചൂടുള്ള കറികളാണോ വെച്ചാൽ കുഴപ്പമില്ല. കിച്ചു അവിടെ പോയിട്ട് നിൽക്കണം നോക്കിയൊക്കെ. ഉണ്ണിയേ രാധന്മാരുടെ അടുത്ത് ചോദിച്ചു നോക്കടാ. കറിവേപ്പില ഇറക്കാൻ വേണ്ടി പോയി കേട്ടോ. അവൻ തന്നെ പൊട്ടിക്കേണ്ടി വരും, അവരും പൊട്ടിച്ചില്ല. ചോദിക്കാതെ ഒരു ആളുടെ സാധനം നമ്മൾ എടുക്കാൻ പാടും. അത് ചോദിച്ചിട്ട് എന്ത് സാധനമാണോ വെച്ചാലും ചോദിച്ചിട്ട് എടുക്കുക പിന്നെ കുഴപ്പമില്ലല്ലോ. എന്ത് സാധനമാണോ വെച്ചാലും ചോദിച്ചിട്ട് എടുക്കുള്ളൂ കേട്ടോ. അല്ലാതെ എന്താണ് അവരെ നോക്കുക, അവരെ കാണാല്ലാണ്ടേ. ഈ പണി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ എല്ലാവരും ഇപ്പോൾ എങ്ങനെയല്ലേ. ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വർത്താനം പറച്ചിലൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവരും ഈ ടി വി ഫോണും ആയതുകൊണ്ടല്ലേ നമ്മുടെ പടിയും കൂടിയും തന്നെ ആൾക്കാർ സംസാരത്തിനൊക്കെ കമ്മിയായില്ലേ. മറ്റേത് പണി ഒരുങ്ങിക്കഴിഞ്ഞ് വെച്ചാൽ എന്തിനെങ്കിലും ഒന്നുമില്ലെങ്കിൽ ചക്ക സമയമാകുമ്പോൾ ചക്ക പറിക്കാനോ ചുള പറിക്കാനോ എന്തിനൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാവും. ഇപ്പം അങ്ങനെയില്ല. ഇത് വെളിച്ചെണ്ണയുടെ കളർ നോക്കി വെക്ക്, ഓയിലിൻ്റെ കളർ. ആ നോക്ക് അല്ലേ, ഓയിലിൻ്റെ കളർ നല്ല കളർ. മീൻ വറുക്കുക സൂര്യക്ക് ഞാൻ പണി കൊടുത്തു, മീൻ വറക്കൽ. എന്നാൽ അത് കഴിയുമ്പോഴേക്കും അത് കഴിയുമല്ലോ. ഇനി ഈ വിറകൊക്കെ നമുക്കില്ലേ പൊട്ടിച്ച് ചെറിയതാക്കിയിട്ട് അതാ ഉണ്ടോ അതേപോലെ ചെറിയ ഇതാക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് വെക്കാണ്ട് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പേടി. ഇന്ന് പിന്നെ വേഗം പണി കഴിഞ്ഞിട്ട് വേണം ഈ അതാ കിടക്കുന്ന ടാർപ്പായ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലിടാൻ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുളക് പൊട്ടിച്ചിടാം. ഇനി അല്ല പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമുക്കില്ലേ മുളക് ചതച്ചിട്ട് ഇടാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഇടാം. ഈ പുളിയുടെ ചണ്ടി നിലവിളക്കേ കഴുകാൻ വേണ്ടി വെക്കാൻ കിട്ടിയില്ല. പിന്നെ രാധമായി എന്താ കണ്ടില്ലേ കുട്ടീനെ? കണ്ടോ? പൊട്ടിച്ചോ പറഞ്ഞല്ലേ. കറിവേപ്പില ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തിളയ്ക്കട്ടെ കേട്ടോ. ഇത്രയേ വേണ്ടുള്ളൂ. നിങ്ങളില്ലേ കുറേ പേര് വെച്ച് നോക്കിയെന്ന് പറഞ്ഞിരുന്നു. വെക്കാത്തവരൊന്ന് വെച്ച് നോക്കി നോക്കൂ കേട്ടോ. ഒരു ടേസ്റ്റാണ്. അധികം ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കമൻറ്റ് കണ്ടിരുന്നതിൽ കേട്ടോ. ഇത് നമ്മൾ തുടക്കം തൊട്ടേ വെക്കുന്ന കറിയാണ്. ചില ആൾക്കാർ എന്നും വയ്ക്കുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കാണാത്തവരും വെക്കാത്തവരും വെച്ച് നോക്കുക. ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇനി തിളച്ചോട്ടെ, നല്ല രീതിയിൽ തിളച്ചോട്ടെ. ശരിക്കും ഇതില്ലേ ഈ കൂട്ടാനൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വായെങ്കിലും ചോറ് കൂടുതലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മത്തൻ്റെ എല്ലാ താളിപ്പ്, മുരിങ്ങ താളിപ്പ്, ചിരങ്ങ താളിപ്പൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പക്ഷെ അത് കവിച്ച് ഇതൊക്കെ ഒരു ചൂടോടെ കഴിക്കേണ്ട കാര്യങ്ങളല്ലേ. മത്തൻ്റെ ഇലകളൊക്കെ താളിപ്പ്, മത്തനൊക്കെ. പക്ഷേ ഈ പുളിഞ്ചാറില്ലേ വൈകുന്നേരത്താണോ പറഞ്ഞു വെച്ചാലും ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തികയില്ലെങ്കിൽ പുളിഞ്ചാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തികയില്ല. അപ്പോൾ വൈകുന്നേരത്ത് പിന്നെയും വെക്കേണ്ടി വരും. സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ആ ചട്ടിയിൽ നിങ്ങൾക്ക് തികയോ എന്നുള്ളത്. നമുക്ക് തികയും കേട്ടോ. നമ്മളധികം കണ്ടമാനം കറി കൂട്ടുന്ന ആൾക്കാരല്ല. ഒരു മിതമായിട്ടില്ലേട്ടാ എന്ത് സാധനങ്ങളും മിതമായി കഴിക്കുന്ന ആൾക്കാരാണ്. അതാ ഇത് ഇതായില്ലേ. ഇനി മീൻ പപ്പടം ഉണ്ട് അല്ലേ. ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളൊരു ദിവസം കേട്ടോ. വീട്ടിൽ ഇവിടെ ഏട്ടനുണ്ട്, അനിയുണ്ട് അല്ലേ, എല്ലാവരും ഉണ്ട്. ഈ കുമ്പളങ്ങ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വേറെ വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവരെന്നെ പറഞ്ഞത് അവർക്ക് ഇതൊന്നും വേണ്ട എന്നുള്ളത്. എന്താടി ആ ചട്ടിക എടുത്തിട്ട് ഇളക്കിയാൽ മതിയായിരുന്നു, പൊടിയണ്ട. ഒരു കിണ്ണത്തേക്ക് ആക്കിയാൽ മതി. തെറിക്കാന്നല്ല, അതിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല, ശ്വാസം കിട്ടില്ല. എങ്ങനെ നിൽക്കണാണ് അതിനെ ഇവിടെ വെച്ചിട്ട് മീൻ വറുത്ത. ഞാനപ്പോൾ അത് വേഗം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പണി വേഗം ഒരുങ്ങുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. എന്താണ് ചക്ക? അയ്യോ ഏട്ടാ, കുട്ടിക്ക് വേണ്ടുവന്ന്
എന്താ വേണ്ട? ചക്ക പഴുത്തോ ചോദിക്കണേ. ചക്ക പഴുത്തു, മാങ്ങ പഴുത്തു, തക്കാളി ഒന്ന് പഴുത്തു എന്ന് പറയാൻ നിൽക്കുന്നുണ്ട്. അത് വേണോ? രാധേടത്തിലെ ചെമ്പകം പൂത്തിട്ടേ എന്തോ ഒരു മണ വൈകുന്നേരം പോലെ. മഞ്ഞ ചെമ്പകം. ഗന്ധർവനോ? നോക്കി നോക്കാം വൈകുന്നേരത്തിന്. അന്ന് കോഴിയെ പിടിക്കാൻ വന്ന ഗന്ധർവനായിട്ടാണ്. ഏട്ടാ ഇനി ഗന്ധർവൻ വാണ്ടടി. വരികയാണെങ്കിൽ വന്നോട്ടെ അല്ലെ, കാണാലോ അല്ലേ? വേണ്ട ഒരു സെൽഫി ഒക്കെ എടുത്ത് വിടാലോ. ഇക്കിനി ഗന്ധർവൻ വരണ്ട, സ്റ്റാറ്റസ് ഇടാലോ. ആ അപ്പൊ പിന്നെ അങ്കഴത്തേക്ക് വരും. അപ്പൊ അങ്കഴത്തേക്ക് വരും. ഇപ്പൊ എങ്ങനെ പറയാ, ഗന്ധർവൻ വേറെ എവിടേക്കാ പോണ വഴിയൊന്ന് കയറാൻ പറഞ്ഞായി കേട്ടോ. എന്നോടാ? അല്ല കാണണം പറഞ്ഞപ്പോ അതല്ലേ വഴിയില്. എന്താ സുകന്യ പാട്ട് പാടുന്നത്? മുറുക്ക പാടറി പെണ്ണേ. നമുക്ക് ദൃശ്യം കാണാൻ പോണ്ടേ? ദൃശ്യം കാണാൻ പോണ്ടേ? പോട്ടെ സുകന്യ, ദൃശ്യം കാണാൻ പോണ്ടേ? ഇന്ന് ഇപ്പൊ ദൃശ്യം 3 ഒന്നും കാണാൻ പറ്റില്ല. അച്ചു കിടക്കണം കേട്ടോ. അച്ചുട്ടിക്ക് തലവേദന. എണീക്കട്ടെ, അല്ലാതെ അവളെ ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ല. എണീക്കട്ടെ, അല്ലാതെ അവളെ ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ല. അറിയാം, ഒന്നും പോകാൻ പറ്റില്ല അറിയാം. ഓരോരുത്തരുടെ ഇങ്ങനെ മാറി മാറി എന്ന് വിചാരിച്ചപ്പോഴേക്കും ഇന്ന് അച്ചു കിടക്കുകയാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ അഭിപ്രായം പറയും അല്ലേ. എന്തോ ഒരു കഷ്ടമാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരായിരുന്നു കേട്ടോ. നിങ്ങൾ വരണ്ടേലേ. ഇതൊക്കെയല്ലേ സത്യം പറയുക സാധാരണക്കാരുടെ കറിയാണ് ഈ സംഭവമൊക്കെ അല്ലേ സുകന്യെ? മുളക് വറുത്ത പുളി മൂട് ചുരുങ്ങി കണ്ടോ, ഇങ്ങനെ ആയത് ഓയില്. എൻ്റെ സ്വന്തം കലാവാസനയാണ് കേട്ടോ. ആരൊന്നും പറയരുത്, ഞാൻ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഞാൻ വേഗം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ. ഞാൻ വേഗം ചെയ്യുമ്പോഴല്ലേ, എപ്പോൾ ചെയ്യുമ്പോഴും എൻ്റെ അമ്മ വീട്ടിൽ പോയാൽ പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? മെല്ലെ ചെയ്താൽ മതി. പക്ഷെ മെല്ലെ ചെയ്താൽ മതി കേട്ടോ. അടുപ്പ് കണിയിൽ പാത്രം വെക്കണ്ട കേട്ടോ പറയും. എപ്പോഴും പറയും എന്താണ് ഒരു ചക്ക വേണ്ടു ചക്ക വേണോ? അയ്യോ, ഞാൻ എവിടുന്ന ദൈവം ഇപ്പൊ ചക്ക ഉണ്ടാക്കി പോയിട്ട്. ഏട്ടാ പൊക്കോ പഴുത്തത്. ഏട്ടാ ഇന്ന് പ്ലാവത്തെ 2 ചക്ക വെക്കുക. ചക്ക ഇട്ടിട്ട് വെട്ടിപ്പൊളിച്ച് വെക്കുക. നാളേക്ക് പുളിക്കും. നമുക്ക് നാളെ മറ്റന്നാൾക്ക് ശരിയാക്കട്ടോ. കുട്ടിക്ക് തിന്നാ തോന്നിട്ടാണേ. അതിന് ചക്ക കിട്ടിയ പിന്നെ അച്ഛനൊരു മാങ്ങ മാങ്ങ ചക്ക തന്നെ വേണോ? എന്താ ചെയ്യലേ? ചക്കയൊക്കെ എന്നോട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് പുളിയായിട്ടോ. പുളി പാത്രത്തേക്ക് മാറ്റി വെച്ച്. എന്താടി അടുപ്പിന്റെ അടിക്കേറ്റ പൂടും എന്നാ പെട്ടു. എന്നാ പിന്നെ ഗ്യാസ് പോയാ അന്നത്തെ പോലെയാവും. ഗ്യാസിന്റെ അതിന്റെ കത്തിക്ക് നിൽക്കും. അതിനെ കൂടി കൂട്ട് കയറിയ പെട്ടു എന്നറിയാം. ഇവിടെ ഒരു വാഷ് ബേസിൻ എത്രയും വേഗം നമുക്ക് വെക്കണം. ഇത് വാഷ് ബേസിൻ വെക്കാത്തതുകൊണ്ടൊന്നല്ല, അതും കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു പാത്രം കഴുകണമെങ്കിൽ ഞാൻ തുറന്നിന്റെ കഥ പറഞ്ഞതിന്റെ കൂടെ ഈ വാഷ് ബേസിന്റെ കാര്യം പറഞ്ഞല്ലോ. എടിയാ എണ്ണ കുപ്പി എടുക്കുക. വേണ്ട വരി തെറ്റും. പിന്നെ ആകെ ബഹളാവും ചിലപ്പോ. കാച്ചാലോ വിചാരിച്ചു. കല്യാണുറുമ്പ്. മുളക് വറുത്ത പുളി അടിപൊളിയാണ്. എന്താ ഇന്ന് ആർക്കും ഇഷ്ടായില്ല, കഴിച്ചില്ല എന്ന് പറയില്ലല്ലോ അല്ലെ സുകന്യ? തികഞ്ഞില്ലാന്നേ പറയും, കഴിച്ചില്ലാന്ന് പറയില്ല. ഇന്ന് ആരും ചോറുണ്ടില്ല. ഇവിടെ വെക്കാൻ പേടി എന്താണെന്നറിയോ? ഈ സ്ലാവിന്റെ ആരെങ്കിലും ഇതേപോലെ ചെയ്യാറുണ്ടോ? ഞാൻ കത്തിയും കൊണ്ടൊക്കെ ഇങ്ങനെ മറിച്ചിടുമ്പല്ലേ, കത്തിയും കൊണ്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. സംഭവം ചില സമയത്ത്
എന്നിട്ട് വേണം ഇനി അടുത്ത നെഗറ്റീവ് വരാൻ. കത്തിയും കൊണ്ട് മടാളുകൊണ്ട് നോക്ക് പപ്പടം ചൂടുന്ന വേറെ ആരുണ്ടാവുന്നു. പപ്പടക്കോലും ഒന്ന് കയ്യിൽ പിടിച്ചിട്ടാണ് കത്തി കൊണ്ട് മറിച്ചിട്ടുണ്ടേ. രണ്ടെണ്ണം അവിടെ, അപ്പം അതെടുത്താൽ മതി. കലാപരിപാടി കഴിഞ്ഞോ? ഇന്നത്തെ കലാപരിപാടി അടുക്കളയത്തെ ഇനി വൈകുന്നേരത്തേക്ക് പോയിട്ടുള്ളൂ. നാളെ അല്ല, വൈകുന്നേരത്ത് തുടങ്ങണ്ടേ? അപ്പൊ ഇന്ന് വേറെ ഒന്നും ഇല്ലെന്ന്. അടുപ്പൊക്കെ കഴുകിയൊക്കെ പോവാ. അല്ല ഇന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ചായ ഒന്നും ഇല്ലെന്ന്. അതാ പറഞ്ഞു. അതന്നെ പാവം ചോദിച്ചത്. അതാണ് ഇവിടെ അനിയേട്ടപ്പ ചായ കുടി നിർത്തിയത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാർ ഞങ്ങളായിരുന്നു. ഇപ്പം അതിന് വേണ്ടി പൊന്നൂസിന് തുടങ്ങി. കുട്ടി ചായയല്ലേ ചോദിക്കണ്ടത്. ഏട്ടാ മുളകും മല്ലിയില്ലേ കഴുകി ഉണക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല മഴക്കാറ് കാണുന്നുണ്ട്. 2 കിലോ കൂടി വാങ്ങി വെച്ചാൽ കഴിഞ്ഞു. ആഴ്ചക്ക് നമ്മൾ വാങ്ങുന്നുണ്ട്. ഇപ്പം 1.5 കിലോ വാങ്ങി, ഒരു കിലോനും കൂടി വാങ്ങിയാൽ കുറച്ച് മഴക്കാലത്ത് കരുതും. ഞങ്ങൾക്കില്ലേ ഈ കടയിൽ നിന്ന് വാങ്ങാത്ത പൊടി, ഇത് ഈ പൊടി ആയതുകൊണ്ട് നമ്മൾ പൊടിപ്പിക്കുന്ന പൊടി ആയതുകൊണ്ടില്ലേ കടയിൽ നിന്ന് വാങ്ങണ പൊടി വാങ്ങുമ്പോൾ മുകളിൽ നിൽക്കണ പോലെ തോന്നുക അല്ലേ, പൊന്തി നിൽക്കണ പോലെ തോന്നുക. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഇനി എല്ലാവർക്കും കഴിക്കട്ടെ. അമ്മ അവിടെ ഇനി അമ്മ സീരിയൽ കാണുകയാണെന്ന് പറഞ്ഞിട്ട് അതിന് കളിയൊക്കെയാണ് അമ്മേനെ വന്ന്. ഞാൻ അതും കൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ നമ്മളെല്ലാവരും പറയില്ലേ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ പറയാം. എനിക്ക് അമ്മ സീരിയൽ കാണില്ല. അമ്മ സീരിയൽ കണ്ടാലും അല്ല, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുന്നതിന് നമ്മൾ വന്നിട്ട് അമ്മ അത് അമ്മ പണിയെടുക്കാത്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തരാത്തത് കൊണ്ടാണ് നല്ല കേട്ടോ പറയുന്നത്. അമ്മ സീരിയൽ കാണാൻ കുറേ കൂട്ടുകാർ അമ്മേനെ ചോദിക്കുന്ന കൂട്ടുകാരുണ്ട്. അപ്പം അതും കൊണ്ടൊരു ഇതിൽ പറയണേ. ഇതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അല്ലേ അത് നെഗറ്റീവായി എടുക്കണത് എന്ത് ശീലമാണെന്ന് എനിക്കറിയില്ല. നമ്മളെന്തെങ്കിലും പൊതുവായിട്ട് പറയാ വെച്ചാൽ അതൊരു നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ കുഴപ്പമാണോ അത് നിങ്ങളുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ കുഴപ്പം തന്നെ സമ്മതിച്ചു. അപ്പൊ അത് ഞാൻ കുറ്റമായിട്ട് പറയല്ല. കാരണം അമ്മ സീരിയൽ കാണാൻ പോവാണ്. എന്തിനാ അതൊക്കെ പറയുന്നത് ചോദിച്ചപ്പോ പറയുക അമ്മ എവിടെയെന്ന്. അമ്മേനെ കുറേ ആൾക്കാര് അമ്മേനെ കാണാതെ കഴിയുമ്പോൾ ചോദിക്കും ചേച്ചി ഞങ്ങളുടെ അമ്മേനെ പോയോന്ന് അന്വേഷിക്കണേ. അപ്പൊ അതും കൊണ്ട് പറയുകയാണ് സീരിയൽ കാണാണ് അമ്മയ്ക്ക്. പിന്നെ ഞാൻ പറയട്ടെ, എൻ്റെ അമ്മയും ഇതേ അവസ്ഥയാണ്. പണി ഒരുങ്ങി കഴിഞ്ഞ് വെച്ചാല് എൻ്റെ അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. ഇത് പറയാലോ ഈ ഒരു ഇത്രയും അത് കാണാൻ ആളുണ്ടാവുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മളതൊരു വലിയ തെറ്റാന്ന് പറഞ്ഞാൽ അത് വരുമോ? ഞാനിപ്പോൾ അത്ര വലിയ നമ്മൾ കാണില്ല. കുറ്റമൊന്നുമല്ല, എനിക്ക് കാണാൻ സമയം കിട്ടില്ല. ചിലപ്പോൾ എനിക്ക് ഇഷ്ടമല്ല ഉള്ള കാര്യം പറയാം. ഞാൻ വേറെ എന്തെങ്കിലും ഞാൻ കാണില്ല. ഇപ്പം നമുക്ക് ഇവിടെ നമ്മുടെ കാര്യമില്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പുറത്ത് ഇപ്പുറത്ത് ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം പറയാൻ പറ്റുമോ? പപ്പടം അടച്ച് വെച്ചിട്ടപ്പോൾ കഴിക്കാനുള്ളതേ ഉള്ളൂ. അതാണ് വേറെ ഡപ്പയിലൊന്നും ആക്കാത്തത്. ഇനിയിപ്പോൾ ദാ ഈ ഒരു ചെമ്പ് ചുക്കുവെള്ളം, ഈ വെള്ളം കൂടി തിളച്ച് കഴിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ഒരു കൊള്ളിയിട്ടാൽ മതി കേട്ടോ. അതിങ്ങനെ തിളച്ചും കൊണ്ടേയിരിക്കും. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ കാണാം. ഞാൻ വന്ന് കയറില്ലേ ഈ പുളിയൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. എന്നിട്ടൊന്ന് അഭിപ്രായം പറയൂ അല്ലേ. ഉണക്കമീൻ്റെ കൂടെ ഉള്ളിമുളക് ചമ്മന്തിയുടെ കൂടെ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതിൻ്റെ കൂടെ ഉണ്ടാക്കി നോക്കി നോക്കും. അധികം ചിലവൊന്നും ഇല്ലാത്ത കാര്യമല്ലേ. ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ.